ഹലോ നമസ്കാരം. മഴത്തോരു മുമ്പയുടെ നാളത്തെ ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. എന്നാൽ നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ അലീനയെ കാണാനായിട്ട് വന്നേക്കാണ് ഗോവർദ്ധൻ വന്നിട്ട് അലീനയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അലീനയാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. ഗോവർദ്ധൻ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം മക്കളെയൊക്കെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കായിരുന്നു. ബാലേട്ടനും അതുപോലെ വൈജേട്ടത്തെയും അവർക്കൊന്നും തീരെ കൺട്രോൾ ഉണ്ടായിരുന്നില്ല. അവരിങ്ങനെയൊക്കെ അനുഭവിക്കുക തന്നെ വേണം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊന്നും അച്ഛൻ്റെ അടുത്ത് പോയി പറയില്ലേ അങ്കിളെ, അച്ഛൻ അല്ലെങ്കിൽ തന്നെ ഇപ്പം തന്നെ ആകെ പ്രഷറിലാണ്, അത് ഇങ്ങനെയൊക്കെ കൂടി കേൾക്കുമ്പോൾ താങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ് അലീന. അതിനുശേഷം അലീന തൻ്റെ കയ്യിലിരിക്കുന്ന CD-യും പെൻഡ്രൈവും അതുപോലെ ആ മെമ്മറി കാർഡും ഒക്കെ ഗോവർദ്ധനെ ഏൽപ്പിക്കുകയാണ്. അങ്കിൾ ഇത് കൊണ്ടുപോയി നശിപ്പിക്കുകയോ എവിടെയെങ്കിലും ഒളിപ്പിക്കുകയോ എന്ത് വേണമെങ്കിലും ഒന്ന് ചെയ്തോ അങ്കിളെ, ഇതിവിടെ വെച്ചിരുന്നാലും പ്രശ്നമാണ്. ഇത് ഞാൻ ഈ വീട്ടിൽ എവിടെ വെച്ചാലും വല്ല സെർച്ചോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കപ്പെടും. അതുകൊണ്ട് അങ്കിൾ ഇതൊന്ന് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട് ആ സാധനങ്ങളൊക്കെ. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്കിള് എന്നോടൊന്ന് പറയണം കേട്ടോ, എനിക്ക് ആകെ ടെൻഷനാണ്. അങ്കിൾ ഇടയ്ക്ക് വിളിക്കണം. അച്ഛൻ്റെ കയ്യിൽ മൊബൈലൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അച്ഛൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഞാനായിരിക്കും എടുക്കുക എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അപ്പോൾ ശരി എന്ന് അങ്ങനെ അലീനയോട് യാത്ര പറഞ്ഞിട്ട് അങ്ങനെ അവർ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ താഴെ ബബിതയും കൃഷ്ണയും ഇങ്ങനെ അക്ഷമരായിട്ട് കാത്തിക്കണം. ബബിതയാണെങ്കിൽ ഭയങ്കര കലിപ്പിലാണ്. കാരണം അലീനയോടാണല്ലോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗോവർദ്ധൻ. അത് കാരണം വീട്ടിലെ മൂത്ത പെൺകുട്ടി എന്നുള്ള നിലയിൽ ബബിതയോടല്ലേ കാര്യങ്ങളൊക്കെ പറയേണ്ടത്. അലീന പുറത്തുനിന്നുള്ള ഒരാൾ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഗോവർദ്ധനൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ബബിത ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. എന്താ അങ്കിളെ കാര്യം, എന്തിനാണ് ഇവളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? ഞാനല്ലേ ഈ വീട്ടിലെ മൂത്ത കുട്ടി, എന്നോടല്ലേ പറയേണ്ടത്? ഇപ്പോൾ രോഹിത്തേട്ടൻ ഇവിടെ ഇല്ലല്ലോ, അപ്പം എന്നോടല്ലേ കാര്യങ്ങളൊക്കെ പറയേണ്ടത്? എന്താണ് സംഭവം? ഇവളെ എന്തിനാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ബബിത ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ ചാടിക്കടിച്ച് സംസാരിക്കുന്ന സമയത്ത് ഗോവർദ്ധനൻ പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മ ഹോസ്പിറ്റലിലാണെന്ന് നിങ്ങൾക്കറിയാലോ. ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഹോസ്പിറ്റലിലാണ്. നിങ്ങളുടെ അച്ഛൻ ഇതേ ഹോസ്പിറ്റലിൽ ഇങ്ങനെ അറ്റാക്ക് വന്നിട്ട് കിടക്കുകയാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന ഒരേ ഒരു ആങ്ങള ബലാത്സംഗ കേസിൽ പ്രതിയായിട്ട് പോലീസ് പിടിച്ചു കൊണ്ടുപോയേക്കാണ്. ഇവിടെ നിങ്ങളിപ്പോൾ ഈ 2 പെൺകുട്ടികൾ മാത്രമല്ല, അലീനയുണ്ട്. അലീനയാണ് ഈ വീട്ടിലെ മൂത്ത കുട്ടി. അപ്പോൾ അലീനയുമായിട്ടാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അച്ഛൻ ഹോസ്പിറ്റലിലായിട്ട് അച്ഛൻ എന്തു പറ്റിയ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്കിളേന്ന് ഇത്രയും നേരമായിട്ട് നീ ചോദിച്ചോ? അച്ഛൻ്റെ കാര്യങ്ങൾ, അമ്മയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ രോഹിത്തിൻ്റെ കാര്യങ്ങൾ, അതൊന്നും നിനക്ക് അറിയണ്ട. നിനക്ക് എപ്പോഴും അലീനയോട് ഇങ്ങനെ പോരി പിടിച്ചുകൊണ്ട് നടന്നാൽ മതി. തൽക്കാലം അലീന പറയുന്നത് കേൾക്കുക, അനുസരിക്കുക. നിങ്ങൾക്ക് ദോഷം വരുന്നതൊന്നും ഒരിക്കലും അലീന ചെയ്യത്തില്ല എന്ന് ഗോവർദ്ധനൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ഗോവർദ്ധനൻ പോയതിന് ശേഷം അലീന ബബിതയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് ബബിത അറിയേണ്ടത്? എന്നോട് ചോദിച്ചോ, ഞാൻ പറയാം എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, നീ ആരാടി ഇവിടുത്തെ മൂത്ത കുട്ടി ഞാനാണ്. നീ ഈ വീട്ടിലെ ഒന്നുമല്ല. നിന്നോട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. മറ്റുള്ളവർക്കൊക്കെ നീ വലിയ സംഭവമായിരിക്കും, പക്ഷേ എനിക്ക് നീ വെറും പുല്ലാണ്. എൻ്റെ തലയിൽ ഒരു മുടിനാരിൻ്റെ വില പോലും ഞാൻ നിനക്ക് കൽപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ബബിത വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. പക്ഷേ കൃഷ്ണ വന്നിട്ട് അലീനയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ ബബിതേച്ചി എന്തെങ്കിലുമൊക്കെ പറയട്ടെ ചേച്ചി, പക്ഷേ ചേച്ചി അതൊന്നും കാര്യമാക്കണ്ട. ഇപ്പോൾ അങ്കിൾ എന്തിനാണ് വന്നത്, എന്താ പറഞ്ഞിട്ട് പോയത്, അച്ഛന് എങ്ങനെയുണ്ട്, രോഹിത്തേട്ടൻ്റെ കാര്യം എന്തെങ്കിലും ആവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും പറയാനായിട്ടില്ല മോളെ. രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ജാമ്യം കിട്ടാനൊന്നും സാധ്യതയില്ല. ഇത് അത്രയും വലിയൊരു കേസാണ്. എന്നാലും ഒരു വക്കീലിനെ കണ്ട് ജാമ്യത്തിന് അപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ എന്ന് പറയണം. എന്തിനാ ചേച്ചി ആ പെൺകുട്ടിയോട് അവർ ഇത്രയും വലിയൊരു ക്രൂരത കാണിച്ചത്? ഈ വീട്ടിലും രോഹിത്തേട്ടന് 2 അനിയത്തിമാരില്ലേ, ആ കാര്യം ഓർക്കണ്ടേ എന്ന് ചോദിക്കാൻ. അലീന ചേച്ചിയെ അതുപോലെ ഉപദ്രവിക്കാനൊക്കെ വന്നതല്ലേ, അപ്പോഴും അവർ എന്നെയോ ബബിയേച്ചിയോ കുറിച്ച് ഓർത്തില്ല എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് കരയുമ്പോൾ, സാരമില്ല മോളെ, എന്തൊക്കെയാണെങ്കിലും വരാനുള്ളത് വന്നു. ഇനി വരാനിരിക്കുന്നത് നമുക്ക് അനുഭവിക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് പറയാണ് അലീന. അതേസമയം കാണിക്കുന്നത് കൊല്ലപ്പള്ളിയിൽ മനുവിനെയാണ്. മനു ആണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നറിയാത്ത ഒരു അവസ്ഥയിൽ ആകെ ഇങ്ങനെ വിമിഷ്ടപ്പെട്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അത്തരം ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. അപ്പോൾ ആകെ പേടിച്ച് വിറച്ചിരിക്കുന്ന സമയത്ത് ന്യൂസൊക്കെ സ്പ്രെഡായി തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട്.
അങ്ങനെ മനു ആണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നല്ല ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്ന സമയത്താണ് വീട്ടിന് മുൻപിൽ ഒരുപാട് ആൾക്കാർ തടിച്ചു കൂടുന്നത് കേട്ടോ. അങ്ങനെ അവർ വന്നിട്ട് കല്ലെടുത്തിട്ട് വീട്ടിലേക്ക് എറിയും, അതുപോലെ കല്ലും വടിയും ഒക്കെ എടുത്ത് വീട്ടിലേക്ക് എറിയും, ഗേറ്റിലേക്ക് എറിയും ഒക്കെ ചെയ്യുന്നുണ്ട്, ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാ, നിങ്ങളൊക്കെ കൂടി നിങ്ങൾ ആരാണ് എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് ആക്രോശിക്കുകയാണ്, ഈ വീടിൻ്റെ നേരെ ആക്രോശിക്കുകയാണ്. കമല അതൊക്കെ കണ്ടിട്ട് പേടിച്ച് പോവുകയാണ്. കമല വന്നിട്ട് മനുവിൻ്റെ വാതിൽ മുട്ടുന്നുണ്ട്. മനു വാതിൽ തുറന്നേടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനു വാതിൽ തുറക്കുന്നില്ല. അങ്ങനെ കുറേ നേരം മുട്ടിയിട്ടാണ് വാതിൽ തുറക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ദേ പുറത്ത് ആൾക്കാർ തടിച്ചു കൂടിയേക്കുന്നു, അവരവിടെ കിടന്ന് ആക്രോശിച്ചുകൊണ്ടിരിക്കുക, നീ ഒന്ന് അങ്ങോട്ടേക്ക് വന്നോ. ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നത്, എന്നിട്ട് അവരുടെ ഇടി മേടിച്ചു കൂട്ടാനോ, എനിക്കൊന്നും പറ്റത്തില്ല, അമ്മ വേണമെങ്കിൽ ഇറങ്ങി ചെല്ല് എന്നൊക്കെ പറയാണ്. എടാ മനു, അവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാ സാധനങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കല്ലും ഒക്കെ എടുത്ത് വീടിന് നേരെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ ചെയ്യട്ടെ, അവർക്ക് വേണ്ടത് ഹരിയാണ്, ഹരിയെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത്. ഇവിടെ ഹരി ഇല്ലല്ലോ, ഹരി പോലീസ് സ്റ്റേഷനിലല്ലേ, അല്ലേ അമ്മ ഇറങ്ങി ചെല്ലാം കേട്ടോ, അമ്മയ്ക്ക് അത്രയ്ക്ക് ദണ്ണം ഉണ്ടെങ്കിൽ എന്ന് അമ്മയുടെ നാട്ടുകാരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ കമല പറയുന്നുണ്ട്, നീ തൽക്കാലം പോലീസിനെയെങ്കിലും വിളിക്കുക, ഇങ്ങനെയൊക്കെ ബഹളം ഉണ്ടാക്കുമ്പോൾ അത് നമുക്കെങ്ങനെ സമാധാനത്തോടെ ഇവിടെ ഇരിക്കാൻ പറ്റും, അല്ലെങ്കിലും സമാധാനം എല്ലാ മാനം ഒക്കെ പോയേക്കാണ്, അതുകൊണ്ട് ഇനിയൊരു സമാധാനം എന്നൊരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല എന്നൊക്കെ മനു പറയുന്നുണ്ട്. നീ എന്നോട് തർക്കിച്ച് നിൽക്കാതെ പോലീസിനെ വിളിക്കും മനു എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ് കമല. അങ്ങനെ മനു പോലീസിനെ വിളിക്കുന്നുണ്ട്. അതനുസരിച്ച് പോലീസ് കൊല്ലപ്പള്ളി വീടിൻ്റെ മുന്നിലേക്ക് എത്തുകയും അവിടെയുള്ള ആൾക്കൂട്ടത്തെ ഓടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് മനുവും കമലയും കൂടെ മുകളിൽ നിന്നിങ്ങനെ നോക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കടപ്പാട്ടൂർ വീട് തന്നെയാണ്. അവിടെ അലീനയും ബബിതയും കൃഷ്ണയും ആണ് ഉള്ളത്. അവരിങ്ങനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാത്തൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് അവിടെയും വീട്ടിൽ ഒക്കെ ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക്. പക്ഷേ അലീന ആയത് കാരണം ഫോൺ എടുക്കുന്നില്ല. അതേസമയം ഹോസ്പിറ്റലിൽ വൈജയെ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. വൈജ ഇതൊന്നും അറിയാതെ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. പക്ഷേ അവിടെയുള്ള സിസ്റ്റേഴ്സൊക്കെ അടക്കം പറയുന്നതിൽ എന്തോ പന്തികേടുണ്ടെന്ന് ബബിതയ്ക്ക് നമ്മുടെ വൈജയ്ക്ക് മനസ്സിലാവുകയാണ്. എന്തായിരിക്കാം അവരിങ്ങനെ പറയുന്നത്, കാരണം വൈജയന്തി ഇതൊന്നും അറിയുന്നില്ലല്ലോ, ഒരു കാര്യവും അറിയുന്നില്ല, രോഹിത്തിനെ ഇങ്ങനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതോ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഇവരിങ്ങനെ വൈജയെ നോക്കിക്കൊണ്ട് കളിയാക്കുന്നത് പോലെയും പരിഹസിക്കുന്നത് പോലെയൊക്കെ നോട്ടവും ഭാവം കണ്ടിട്ട് വൈജയ്ക്ക് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. എന്തായിരിക്കാം സംഭവിച്ചത് എന്നോർത്തിട്ട്. അതേസമയം ബാലചന്ദ്രനാണെങ്കിൽ ആകെ വിഷമത്തിലാണ്. നമ്മുടെ ഗോവർദ്ധൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ പോയിരുന്നു, അലീന അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ ചെന്ന സമയത്ത് അലീന രോഹിത്തിൻ്റെ റൂമൊക്കെ പരിശോധിച്ചപ്പോൾ കുറച്ച് CD-യും പെൻഡ്രൈവും മെമ്മറി കാർഡൊക്കെ കിട്ടി, അതൊക്കെ എന്നെ ഏൽപ്പിച്ചേക്കാണ്, വീട്ടിൽ വെക്കണ്ടെന്നും പറഞ്ഞിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് ബാലചന്ദ്രൻ. എന്തൊക്കെയാണ് എൻ്റെ വീട്ടിൽ നടന്നിരുന്നത് എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ ബാലേട്ടൻ ഇപ്പോൾ കിടന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, ആദ്യം തന്നെ ഒന്ന് നോക്കണമായിരുന്നു, എന്താണെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണാം നമുക്ക്, ഞാൻ വക്കീലിനെ കണ്ട് ജാമ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ജാമ്യം കിട്ടുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതേസമയം പോലീസ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്, രോഹിത്തിനെയും ഹരിയെയും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നന്നായിട്ട് തല്ലി പദം വരുത്തുന്നുണ്ട് അവരെ എല്ലാവരെയും, അത്രയും തല്ല് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അത്രയും ഭയങ്കര നീചമായൊരു പ്രവൃത്തി ആയതുകൊണ്ട് പോലീസിന് ഭയങ്കരമായിട്ട് തല്ല് കൊടുക്കുന്നുണ്ട് പോലീസ് ഈ 4 പേർക്കും. അങ്ങനെ അവരോട് സംസാരിക്കുന്നതിനിടയിലാണ് പിന്നെ ഇതിനു മുൻപ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടടാ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിനിടയിലാണ് ഹരി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഇവൻ്റെ വീട്ടിലുള്ള വേലക്കാരിയെ ഇതേപോലെ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. ഇവൻ നിർബന്ധിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്, അതായത് രോഹിത്തിനെ പരമാവധി കുറ്റക്കാരനാക്കിക്കൊണ്ടാണ് ഹരി സംസാരിക്കുന്നത് കേട്ടോ. ഇവൻ്റെ വീട്ടിലെ വേലക്കാരി, ഒരു പുതിയ വേലക്കാരി വന്നപ്പോൾ ആ പെൺകുട്ടിയെ ഇങ്ങനെ അബ്യൂസ് ചെയ്യാനായിട്ട് ഇവൻ നിർബന്ധിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അവൾക്ക് ഇതേപോലെ മയക്കുമരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഹരി ഇങ്ങനെ പറയുമ്പോൾ രോഹിത് കണ്ണും മെഴിച്ച് നോക്കി നിൽക്കുകയാണ്. ഞാൻ എപ്പോൾ ഇങ്ങനെ ഇവനോട് പറഞ്ഞു എന്നോർത്തിട്ട് കണ്ണും മെഴിച്ച് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അലീനയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പിള്ളേരുടെയൊക്കെ ഈ 4 പേരുടെയും മൊബൈലൊക്കെ പരിശോധിക്കുന്നുണ്ട്. അതിലൊരുപാട് ന്യൂഡ് ഫോട്ടോസൊക്കെ കാണുകയാണ്. അങ്ങനെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അലീനയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് CI പറയുന്നുണ്ട്. അങ്ങനെ അലീനയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോലീസ് സംഘം വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് പോലീസ് SI ആണെങ്കിൽ അലീനയെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ തിരിച്ചു വന്നത് കണ്ടപ്പോൾ ഇവർക്ക് ആകെ പേടിയായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പോലീസുകാരോട് രോഹിതിൻ്റെ റൂം സെർച്ച് ചെയ്യാനായിട്ട് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ അവരാണെങ്കിൽ റൂം സെർച്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അലീനയും കൃഷ്ണയും മുഖാമുഖം ഇങ്ങനെ നോക്കുകയാണ്.
അപ്പോൾ അതൊക്കെ നേരത്തെ കൊടുത്തയച്ചത് നന്നായി എന്ന് അലീനയ്ക്ക് ഇങ്ങനെ തോന്നുകയാണ്, സന്തോഷം, അതൊരു മനസ്സിലൊരു സമാധാനം തോന്നുകയാണ്, ആ സാധനങ്ങളൊന്നും കിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ അവർ നോക്കാൻ പോയ സമയത്ത് അലീനയെ ഇയാൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, അലീനയോട് ചോദിക്കുന്നുണ്ട്, അവർ നിന്നെ ഇങ്ങനെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നോ, അബ്യൂസ് ചെയ്തിരുന്നോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അലീന ആകെ പകച്ചു പോവുകയാണ്. ഇല്ല സാർ എന്നിങ്ങനെ പിന്നീട് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയരുത്, നിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ അവരുടെ ഫോണിൽ കാണാനായിട്ട് സാധിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നത്. അത് മാത്രമല്ല നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം അവർ തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ സ്റ്റേഷനിലേക്ക് വന്നേ മതിയാവും, CA പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാനായിട്ട് എന്ന് പറയാണ്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, സാർ ഇവിടെ ഞങ്ങൾ 3 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, ഞാൻ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവർ 2 പേരും തനിച്ചാകും എന്ന് പറയണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് നീ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റുള്ളൂ എന്ന് പറയാണ് പോലീസുകാരൻ അലീനയോട്. അലീന ഒരുപാട് തടസ്സങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവരതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ അവസാനം അലീനയെ കൂട്ടിയിട്ട് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ബബിതയും അതുപോലെ തന്നെ കൃഷ്ണയും ആകെ പകച്ചു പോവുകയാണ്. ബബിതയ്ക്ക് അലീനയെ പോലീസ് കൊണ്ടുപോകുന്നതിൽ സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. കൃഷ്ണയാണെങ്കിൽ ആകെ പേടിച്ചു പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മനുവിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്, അലീനയെ പോലീസ് കൊണ്ടുപോയി എന്നുള്ള കാര്യം പറയുകയാണ്. അത് കേൾക്കുമ്പോൾ മനു ആകെ ഷോക്കാവാണ്. അലീനയെ പോലീസ് കൊണ്ടുപോയെന്നോ, എന്തിനാ കൊണ്ടുപോയത്, നീ എന്താ കൃഷ്ണമോളെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേ മനുവേട്ട എന്തിനാണെന്ന് അറിയത്തില്ല, പോലീസുകാർ വന്ന് അലീന ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. മനു ആണെങ്കിൽ ആകെ പകച്ചു പോകാൻ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ പെട്ടെന്ന് തന്നെ മനു കാറെടുത്തിട്ട് പോവാനായിട്ട് നിൽക്കുമ്പോൾ കമൽ ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ കടപ്പാട്ടൂർ വന്നിട്ട് അലീനയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിന്ന്, ഞാനൊന്ന് പോകട്ടെ എന്ന് പറയുമ്പോൾ സ്വന്തം ചോര അവിടെ പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയാണ്, അവനെ പോയി രക്ഷിക്കാനോ കാണാനോ അവന് സമയമില്ല, ആ വേലക്കാരിപ്പെണ്ണിനെ പോലീസ് കൊണ്ടുപോയി എന്ന് കേൾക്കുമ്പോൾ എടുത്ത് ഓടാൻ നിൽക്കുന്നു, നീയൊക്കെ എവിടുത്തെ കൂടപ്പിറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വഴക്ക് പറയുമ്പോൾ അമ്മ എന്നോട് കൂടുതൽ സംസാരിക്കാനായിട്ട് വരണ്ട, അവൻ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് ഈ ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞതാണ്, അവൻ്റെ കാര്യത്തിന് ഒന്നിനും എന്നെ പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അലീന ഒരു തെറ്റ് ചെയ്തിട്ടില്ല, അവളെ എന്തിനാണ് പോലീസ് കൊണ്ടുപോയതെന്ന് അറിയണം, അവളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവരണം, അതിനാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് മനു കാറെടുത്തിട്ട് പോവുകയാണ്.